നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 സെപ്റ്റംബർ മാസം 20-ാം തീയതി 1201 ആണ്ട് കന്നിമാസം 4-ാം തീയതി ശനിയാഴ്ച. ഇന്ന് സൂര്യ ഉദിച്ച സമയത്ത് മകമാണെങ്കിൽ പോലും വളരെ കുറച്ച് സമയം മകമുള്ളൂ. അത് കഴിഞ്ഞ് പൂര നക്ഷത്രം. ഇന്നത്തെ ബർത്ത്ഡേ എടുക്കുമ്പോൾ പൂര നക്ഷത്രമാണ് എടുക്കേണ്ടത്. കാരണം 6.5 നാഴിക നേരമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ നക്ഷത്രം എടുക്കാവൂ. 6.5 നാഴികയൊന്നുമില്ല മകത്തിന്, കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ പൂര നക്ഷത്രമാണ് ഇന്നത്തെ ബർത്ത്ഡേ ആയിട്ട് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ കന്നിമാസത്തിലെ പൂര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഇന്നത്തെ ദിവസം കൊള്ളൂല. എല്ലാം മന്ദൻ്റെ ദിവസമാണ്, കാര്യങ്ങളെല്ലാം മന്ദീഭവിച്ച് പോവും. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഒരു ദിവസത്തെ കാര്യം നോക്കിയാൽ മതി. അത് ശനി നിങ്ങൾക്ക് പവർഫുൾ ആണെങ്കിൽ നിങ്ങളെ ശനി ഒന്നും ചെയ്യത്തുമില്ല. ശനി ഉച്ചത്തിലോ സ്വക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ശശമഹായോഗത്തോടു കൂടിയോ ഒക്കെ നിൽക്കുന്നവർക്ക് ശനി ഒന്നും ചെയ്യില്ല. പക്ഷെ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. സാമ്പത്തിക നഷ്ടം വരും, എല്ലാ കാര്യങ്ങൾക്കും ഇഴച്ചിൽ വരും, ഒന്നും സമയബന്ധിതമായി നടക്കില്ല. മന്ദൻ, പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി. അതുപോലെ ശാരീരിക ക്ലേശം ഉണ്ടാവും, സ്വസ്ഥത കുറവ് വരും, രോഗപീഡയാൽ കഷ്ടപ്പെടും, ശത്രുഭയം ഉണ്ടാവും. അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ശനീശ്വരനെ തന്നെ പ്രീതിപ്പെടുത്തണം. ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കണം, ശനിയാഴ്ച വ്രതത്തോടു കൂടിയിരിക്കണം, ശനിയുടെ പിതാവായ സൂര്യനെ തൊഴണം എല്ലാ ദിവസവും. ഒരു ശനീശ്വര യന്ത്രം, അസുഖമോ മറ്റ് പ്രശ്നങ്ങളോ വരാതിരിക്കാൻ വേണ്ടി ധന്വന്തരി യന്ത്രവുമായി ചേർത്ത് ത്യാഗരക്ഷ ധരിക്കണം. ഇത്രയൊക്കെ ചെയ്തു പോകുമ്പോൾ ഒരു ശനി കവചം, ശനീശ്വര യന്ത്രം എന്ന് പറഞ്ഞാൽ ശനിയുടെ കവചം നമുക്ക് തീർക്കുകയും നമുക്ക് ശനിയുടെ നെഗറ്റീവ് ബാധിക്കാതെ പോവുകയും ചെയ്യും. അതുപോലെ ഇന്ന് നല്ല ദിവസമല്ല, ശനിയാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ തടസ്സം വരും. അതുകൊണ്ട് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നോക്കി വേണം ഓരോ കാര്യത്തിന് പോവാൻ. അതിൽ പ്രധാനമായിട്ട് നമുക്ക് വഴിയിൽ കിടന്ന് കഷ്ടപ്പാടുണ്ടാവാതിരിക്കാൻ വേണ്ടി രാഹുകാല സമയം നോക്കി വേണം യാത്ര തിരിക്കാൻ. 9 തൊട്ട് 10:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 9:18 തൊട്ട് 10:48 വരെയാണ് രാഹുകാല സമയം. അത് സൂര്യോദയത്തെ ആസ്പദമാക്കി രാഹുകാലത്തിൽ വ്യത്യാസം വരും. രാഹുകാലമല്ല, ഗുളികനും യമകണ്ഠനിലും ഒക്കെ വ്യത്യാസം വരും. അതുകൊണ്ടാണ് നമ്മൾ ആ സമയം പറയുന്നത്. ആ സമയം ഒരു കാര്യത്തിനും എടുക്കരുത്. ഗുളികകാല സമയം പറഞ്ഞത് 8:17 തൊട്ട് രാവിലെ 6:17 തൊട്ട് 7:47 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 1:48 തൊട്ട് 3:18 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ ഇന്നും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വന്നാൽ അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കുക. പ്രപഞ്ചത്തിൽ തന്നെ കുറച്ച് പോസിറ്റീവ് കവചം നിൽക്കുന്ന സമയമാണ് അഭിജിത്തിൻ്റെ സമയം. ഏകദേശം 48 മിനിറ്റിൽ 44 മിനിറ്റോളം ഉണ്ട്. സൂര്യ ഉദയം തൊട്ട് 14 നാഴിക തൊട്ട് 16 നാഴിക വരെ. ഈ സമയത്ത് അതായത് 11:54 തൊട്ട് 12:42 വരെ പറഞ്ഞ സമയമാണ്. ഇതിലാണ് ഇടയ്ക്കൊരു 4 മിനിറ്റ് കൊള്ളില്ല, 44 മിനിറ്റ് നമുക്കെടുക്കാം. എന്തെങ്കിലും കാര്യം ചെയ്തേ തീരുള്ളൂ എങ്കിൽ മാത്രം ഈ സമയത്തെ ആസ്പദമാക്കി എടുക്കുക. അതുപോലെ തന്നെ ഓരോ കാര്യത്തിന് പോകുമ്പോൾ വസ്ത്രധാരണം ശ്രദ്ധിക്കുക. ശനിയുടെ ദോഷം ബാധിക്കാതിരിക്കാൻ വേണ്ടി നമ്മളിലേക്ക് ശനിയിൽ നിന്ന് പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യാനായിട്ട് കറുത്ത വസ്ത്രമോ നീല വസ്ത്രമോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.